തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി. ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുന്നു. സ്വാന്തന സാജു വിശദാംശങ്ങൾ നൽകും. സ്വാന്തന, എങ്ങനെ ഏതുവഴിയാണ് ഈ ബോംബ് ഭീഷണി വന്നത്? തുറന്ന് എന്തെല്ലാം നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്? തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. കോടതിയുടെ മെയിലിലേക്കാണ് ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവിടെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസും ബോംബ് സ്ക്വാഡും ഒക്കെ എത്തി പരിശോധന നടത്തുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഒരു 2 ആഴ്ചക്കിടെ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ജില്ലാ കോടതിയിൽ ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത്. കഴിഞ്ഞ 15-ാം തീയതിയും സമാനമായ രീതിയിൽ ഒരു ബോംബ് ഭീഷണി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു ഉച്ച സമയത്താണ് കോടതിയുടെ മെയിൽ ഐഡിയിലേക്ക് അവിടെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇംഗ്ലീഷിൽ ഒരു സന്ദേശം എത്തിയത്. അതിനുശേഷം വലിയ രീതിയിൽ അവിടുത്തെ ജീവനക്കാരടക്കം പരിഭ്രാന്തരാകുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് അവരെയൊക്കെ പുറത്തിറക്കി നിർത്തിയ ശേഷമായിരുന്നു അന്നും തെരച്ചിലും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടന്നത്. പക്ഷെ അന്നൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. ആ കേസിലും വഞ്ചൂർ പോലീസ് തന്നെയായിരുന്നു അന്ന് അന്വേഷണം നടത്തുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മെയിലിന്റെ ഐപി അഡ്രസ് അടക്കം ഇപ്പോഴും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. എവിടെ നിന്നാണോ മെയിൽ വന്നതെന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതൊരു ഫേക്ക് മെയിൽ ഐഡിയിൽ നിന്നാണോ വന്നത് അതിനുള്ള സംശയമൊക്കെ തന്നെയും പോലീസിനുണ്ട്. പക്ഷെ അത് അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും ഒരു ബോംബ് ഭീഷണി സന്ദേശം കൂടി ജില്ലാ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം ഇവിടെ തിരുവനന്തപുരം കളക്ടറേറ്റിലും ഒക്കെ തന്നെ സമാനമായ രീതിയിലുള്ള ബോംബ് ഭീഷണി വന്നിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഇതിനൊക്കെ തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ജില്ലാ കോടതിയിൽ ഒരു ഭീഷണി സന്ദേശം കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ പരിശോധന പുരോഗമിച്ചു വരികയാണ്.